ഇൻവെർട്ടർ കഴിഞ്ഞു അല്ലേ? നോട്ട് ഗേറ്റ് ആയിട്ടുള്ള ഇൻവെർട്ടറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി നമ്മൾ ഓർ ഗേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓർ ഗേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ, ഇതാണ് ഓർ ഗേറ്റിന്റെ സിമ്പിൾ. ഓർ ഗേറ്റിന് എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ് ഓർ ഗേറ്റിനുള്ളത്. എ ബി എന്ന് പറഞ്ഞ 2 ഇൻപുട്ട്, വൈ എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട്. വൈ എന്ന് പറയാച്ചാൽ എ ഓർ ബി. നമ്മൾ എങ്ങനെ വായിക്കുക? എ പ്ലസ് ബി എന്ന് വായിക്കരുത്. എന്ത് വായിക്കണം? എ ഓർ ബി എന്ന് വായിക്കണം. ഓക്കെ, അപ്പോൾ വൈ എന്ന ഇൻപുട്ടിൽ എ ബി എന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എ ഓർ ബി ആയിട്ടാണ് ഔട്ട്പുട്ട് ലഭിക്കുക. നമുക്ക് നോക്കാം അതിൽ. ദ ഔട്ട്പുട്ട് ഓഫ് എൻ ഓർ വിൽ ബി ഇൻ വൺ സ്റ്റേറ്റ് ഇഫ് വൺ ഓർ മോർ ഓഫ് ദ ഇൻപുട്ട് ഈസ് ഇൻ വൺ സ്റ്റേറ്റ്. അതായത് ഔട്ട്പുട്ട് ഓഫ് ഓറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് വൺ സ്റ്റേറ്റിൽ എത്തുന്നത്? ഔട്ട്പുട്ട് ഓഫ് ഓർ വിൽ ബി 1. അതായത് ഹൈ സ്റ്റേറ്റിൽ എപ്പോഴാണ് എത്തുക? എപ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുന്നത്? കണ്ടോ, ഇതിൽ ഏത് കണ്ടീഷനിൽ ഔട്ട്പുട്ട്, ട്രൂത്ത് ടേബിൾ നോക്കി, ഏത് കണ്ടീഷനിൽ ഔട്ട്പുട്ട് 1 ആവുന്നത്? ഈ എയിലും ബിയിലും ഏതെങ്കിലും ഒന്നോ 1 ആണെങ്കിൽ, ഇതിപ്പോൾ ഇത് രണ്ടും 1 ആണ്, ഇതിൽ ഇത് 1 ആണ്, ഇത് 1 ആണ്. ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ അല്ലേ, ഏതെങ്കിലും ഒന്ന് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1. ഒരു 1 പോലും ഇല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. The output of OR will be in one state if one or more of the input is one state. ഒന്നോ അതിൽ കൂടുതലോ ഇൻപുട്ടുകൾ 1 സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 എന്ന സ്റ്റേറ്റിലായിരിക്കും. Only when all the inputs are in 0 state the output will go to 0 state. എല്ലാ ഇൻപുട്ടുകളും 0 ആണെങ്കിൽ, all inputs are 0 state ആണെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് വിൽ ഗോ ടു 0 സ്റ്റേറ്റ്. 2 ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 0യിലേക്ക് പോകും. ഓക്കെ, ലോജിക് സിമ്പിൾ ആണിത് ഓർ ഗേറ്റിന്റെ. അപ്പോൾ ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ പറയും? y ഈക്വൽ ടു എ ഓർ ബി. എന്താണ് പറയുക? y ഈക്വൽ ടു എ ഓർ ബി. ദെൻ the equation is to be read as y equals a or b. a or b എന്നേ പറയാൻ പാടുള്ളൂ, അല്ലാതെ a plus b എന്ന് എന്ത് പറയാൻ പാടില്ല? ഓർ ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷനെ പറയാൻ പാടില്ല. ഓക്കെ, ഇതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ്? ഓൾ ഇൻപുട്സ് 0 ആയാലാണ് ഔട്ട്പുട്ട് 0 ആവുക. നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാം. വിച്ച് ഗേറ്റ് ഈസ് ഹാവിങ് ഔട്ട്പുട്ട് 0 വെൻ ഓൾ ഇൻപുട്സ് ആർ 0. എല്ലാ ഇൻപുട്ട് 0 ആവുമ്പോഴും ഔട്ട്പുട്ടിൽ 0 വരുന്ന ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഇറ്റ് ഈസ് ഓർ ഗേറ്റ്. ഓക്കെ, ഇനി ഓർ ഗേറ്റിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടു ഇൻപുട്ട് ഓർ ഗേറ്റ് യൂസിങ് ഡയോഡ്. 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ഡയോഡ് വെച്ചിട്ടുള്ള ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഇക്വലന്റ് സർക്യൂട്ടും കൊടുത്തിട്ടുണ്ട് ഓർ ഗേറ്റ് വെച്ചിട്ട്. ആദ്യം ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ടിൽ നോക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ 2 സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലാമ്പ് എപ്പോഴാണ് ഓൺ ആവുക? ഈ 2 സ്വിച്ചിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ ഈ ലാമ്പ് ഓൺ ആവും അല്ലേ? ഇപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കി, ഇത് ഓൺ ആക്കിയെങ്കിൽ ഈ വോൾട്ടേജ് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തിട്ട് ലാമ്പ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പോകും അല്ലേ? ഇനി ഇത് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ട് ഇത് ഓൺ ആക്കിയാലോ? അപ്പോൾ ഇതുവഴി പോകും വോൾട്ടേജ്. അപ്പോൾ 2 കേസിലും ഈ ലാമ്പ് ഓൺ ആവുന്നുണ്ട്. ഇനി ഇത് 2 ഓൺ ആക്കിയാലോ എന്താണ്? അപ്പോഴും ലാമ്പ് ഓൺ ആവും. എപ്പോൾ മാത്രമാണ് ലാമ്പ് ഓഫായി കിടക്കുക? ഇത് രണ്ടും, ഈ സ്വിച്ച് 2ഉം ഓഫായിരിക്കുമ്പോൾ അല്ലേ? ഈ കണ്ടീഷൻ 2 സ്വിച്ച് ഓഫ് ആകുമ്പോൾ. അതാണ് നമ്മളിവിടെ ട്രൂത്ത് ടേബിളിൽ പറഞ്ഞത്. എന്താണ് ട്രൂത്ത് ടേബിൾ പറഞ്ഞത്? 2 സ്വിച്ചും ഓഫ് ആവുമ്പോൾ മാത്രമാണ് ലാമ്പ് ഓഫ് ആവുന്നത്. ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആയാൽ എന്താണ്? ലാമ്പ് എന്താണ്? ഓൺ ആവും അല്ലേ? 1 ആവുന്നില്ലേ? അതാണ് അതിൻ്റെ സർക്യൂട്ട് ബേസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിൽ വരുന്നത്. ഇനി ഡയോഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? ലോജിക് 0യും ലോജിക് 1ഉം എ ബി എന്ന് പറഞ്ഞ 2 ഡയോഡ്. ട്രാൻസിസ്റ്റർ ഇസ് എ പി എൻ ജംഗ്ഷൻ. ട്രാൻസിസ്റ്ററിൽ 2 പി എൻ ജംഗ്ഷൻ ആണ്. ഡയോഡ് നമ്മൾ പഠിച്ചല്ലേ? ഡയോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത്? ഒരു പി എൻ ജംഗ്ഷൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഏത്? ഡയോഡ് എന്ന് പറയുന്നത്. ഒരു പി ആൻഡ് എൻ ജംഗ്ഷൻ ആണ് ഡയോഡിനുള്ളത്. ഇതെന്താണ് ഡയോഡിന്റെ ആനോഡ്? ഇതോ കാഥോഡ്. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇതിനൊരു കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ടാവും അല്ലേ? 0.7നേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടുള്ള ഡയോഡായി? സിലിക്കൺ കൊണ്ടാണെങ്കിൽ 0.7 ആയിരിക്കും കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ജെർമേനിയം കൊണ്ടുള്ള ഡയോഡ് ആണെങ്കിൽ 0.3 ആയിരിക്കും കട്ട് ഇൻ വോൾട്ടേജ്.
ഇനി നമ്മൾ നോക്കൂ, നമ്മൾ ഈ ഓർ ഗേറ്റിന്റെ കേസിൽ 0 0 കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പഠിച്ചില്ലേ, ഓൾ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇപ്പം ഇവിടെ രണ്ടിടത്ത് ലോജിക് 0 ആണ് വിചാരിച്ചത്. ലോജിക് 0 വോൾട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ലോജിക് 1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് 0 ആണ് ഇവിടെ വരുന്നതെങ്കിൽ വോൾട്ടേജ് 0 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഡയോഡ് എന്ത് ചെയ്യില്ല? ഓൺ ആവില്ല. ഇല്ലല്ലോ. ഡയോഡിൻ്റെ ഈ 0 കൊടുത്തു കഴിഞ്ഞാൽ ലോ വോൾട്ടേജ് ആകുമ്പോൾ ഡയോഡ് ഓൺ ആവില്ല. ഓക്കെ, ആ കേസിൽ ഈ ഡയോഡിൻ്റെ കട്ടിൻ വോൾട്ടേജ് എത്രയാണോ അതിവിടെ കാണിക്കും. ഇത് രണ്ടിലും, അതായത് ലോ ലെവലാണത്. 0 ആകുമ്പോൾ അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ഇനി ലോജിക് 1ന് ഇവർ എന്ത് വോൾട്ടേജ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? +5 വോൾട്ട് കൊടുക്കുകയാണ്. അപ്പോൾ +5 വോൾട്ട് ഇവിടെ കൊടുത്തു, ഏതെങ്കിലും ഒന്നിൽ കൊടുത്തു വിചാരിച്ചോ. ഇപ്പം ഇതിൽ +5 കൊടുത്തു, അപ്പോൾ ആണെങ്കിൽ ഈ ഡയോഡ് ഓഫ് ആയിരിക്കും. ഈ പ്ലസ് വോൾട്ടേജ് ഡയോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതുവഴി പോയിട്ട് ഇവിടെ കിട്ടും. ഇതുവഴി ഓൺ ആയിട്ട് ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓൺ ആയാൽ ഇത് ഇതുവഴി പോയിട്ട് ഇവിടെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഓഫ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ കിട്ടാത്തത്. അതിനോരോ കേസായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കേസ് 1 നിങ്ങൾക്ക് ആലോചിക്കാവുന്ന, നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കേസ് 1, A ഈസ് ലോ ആൻഡ് B ഈസ് ലോ. കണ്ടീഷൻ എങ്ങനെ? എയും ലോ ബിയും ലോ. 0 കണ്ടീഷൻ അല്ലേ? ബോത്ത് ദ ഇൻപുട്ട് വോൾട്ടേജ് ലോ, രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ലോ ആണ്. ബോത്ത് ഡയോഡ്സ് ആർ നോട്ട് കണ്ടക്റ്റിംഗ്, രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യുന്നില്ല. Therefore the output is low. അതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞൂടെ? മനസ്സിലായില്ല എങ്ങനെ എഴുതുക? നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ട് ഇൻപുട്ടും ലോ ആണ്. ബോത്ത് ഇൻപുട്ട് ആർ ലോ. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ. Therefore the output is low. ഇനി കേസ് 2, രണ്ടാമത്തെ കേസ്, A ഈസ് ലോ ആൻഡ് B ഈസ് ഹൈ. A ലോയും B ഹൈയും. ലോ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? A ലോ B ഹൈ. അപ്പോൾ 0 1 എന്ന കണ്ടീഷൻ. നമ്മൾ ആ ഓരോ കണ്ടീഷൻസ് നോക്കിയാൽ മതി, ട്രൂത്ത് ടേബിളിലുള്ള കണ്ടീഷൻസ് നോക്കിയാൽ മതി. A ഈസ് ലോ B ഈസ് ഹൈ. അപ്പോൾ Aയിൽ 0 Bയിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ ദ ഹൈ B ഇൻപുട്ട് വോൾട്ടേജ്, അതായത് പ്ലസ് വോൾട്ടേജ് ഉള്ള ഫോർവേഡ് ബയാസ്ഡ് ലോവർ ഡയോഡ്. അപ്പോൾ പ്ലസ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. അപ്പോൾ ലോവർ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുന്നു അല്ലേ? അപ്പോൾ എന്താണ്? പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഐഡിയലി +5. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഐഡിയലി എത്ര കിട്ടും? +5. ആക്ച്വലി 4.3 ആണ്. ഐഡിയലി അത് 5 ആണ് നമ്മൾ വിചാരിക്കും. ഇവിടെ 5 ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഇവിടെ കിട്ടുന്നു. പക്ഷേ ആക്ച്വലി ഹൈ വോൾട്ടേജ് ഇവിടെ കിട്ടുമോ? മൊത്തം ഇല്ല. 0.7 ഇതിൻ്റെ കട്ടിൻ വോൾട്ടേജ്, അതിന് ശേഷമുള്ള വോൾട്ടേജ് ഇതിവിടെ കിട്ടുള്ളൂ. അതാണ് ആ 0.7 മൈനസ് ചെയ്തിട്ട് ബാക്കി 4.3 അവിടെ കിട്ടുള്ളൂ. ഓക്കെ, 0.7 എന്ത് ചെയ്യും? വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും. അപ്പം മറ്റേ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും, ഓഫ് കണ്ടീഷനിലായിരിക്കും. ഇനി കേസ് 4, A ഈസ് ഹൈ B ഈസ് ഹൈ. രണ്ടും കേസ് 3 നേരെ ഓപ്പോസിറ്റ്. A ഈസ് ഹൈ B ഈസ് ലോ, മറ്റേൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തായിരിക്കും? ഇതേപോലെ തന്നെ ഒരു ഡയോഡ് ഓൺ ആവും. ഒന്ന് ഫോർവേഡ് ബയാസും ഒന്ന് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ 1 കിട്ടും, ഹൈ ആയിരിക്കും. ഇനി കേസ് 4, രണ്ടും ഹൈ ആണ് അല്ലേ? രണ്ടും ഹൈ ആയിരിക്കും. വിത്ത് ബോത്ത് ഇൻപുട്ട്സ് ആർ അറ്റ് +5. ബോത്ത് ഡയോഡ് ആർ ഫോർവേഡ് ബയാസ്. രണ്ട് ഡയോഡും ഫോർവേഡ് ബയാസ്ഡ് ആവും അല്ല? ഈ രണ്ടും ഹൈ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഡയോഡ് എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആവുന്നു. സിൻസ് ഇൻപുട്ട്സ് വോൾട്ടേജ് ആർ പാരലൽ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് +5 ഐഡിയലി. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടും 1 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? +5 ഹൈ വോൾട്ടേജ് തന്നെ ഇവിടെ ലഭിക്കും. മനസ്സിലായല്ലോ? ഓക്കെ.